നമുക്ക് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഒരു ബോഡിയുണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെ നികുതിയേതര വരുമാന സമാഹരണം, അതിൻ്റെ ചെലവഴിക്കൽ എന്നിവയിലൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കയ്യാങ്കളി എന്ന് പലപ്പോഴും ഞാൻ ഓർത്തുപോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റും ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നതിനെ പറ്റി. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്നത് മാത്രമല്ല, വകമാറ്റി ചെലവഴിക്കലിനെ പറ്റി പറയുമ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം പറയാം. അത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഉദാഹരണമാണ്. അതുകൊണ്ട് അതായത് വേൾഡ് ബാങ്ക് സമഗ്ര കാർഷിക വികസനത്തിന് എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി, അഥവാ നമുക്കറിയാം, അതായത് ശരിക്കും പരിസ്ഥിതി സൗഹൃദ കാർഷിക വികസനം, അതിനുവേണ്ടി പരിസ്ഥിതി സൗഹൃദ സമഗ്ര കാർഷിക വികസനത്തിന് വേണ്ടിയാണ് കേര പദ്ധതി എന്ന് വെച്ചാൽ തെങ്ങിന് വേണ്ടിയുള്ളതല്ല, ഒരു വായ്പാ പദ്ധതി ഇന്ത്യക്ക് വേണ്ടി നൽകുന്നു. ആ പദ്ധതിയിൽ കേരളത്തിൻ്റെ ഷെയർ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ എത്തുന്നു. കഴിഞ്ഞ ഡിസംബറിൽ എന്ന് പറഞ്ഞാൽ 2025 ഡിസംബറിൽ കേരളത്തിലെത്തുന്നു. പക്ഷേ കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ബി അശോക് പോലും അറിയാതെ ആ ഫണ്ട് വകമാറ്റുന്നു. അവസാനം എൻക്വയറി വരുന്നു. ഈ വേൾഡ് ബാങ്കിനൊരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും രാജ്യത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് ഫണ്ട് കൊടുത്താൽ ആ ഫണ്ട് അവിടെ എത്തി 15 ദിവസത്തിനകം കൺസേൺഡ് വകുപ്പിലെത്തിയിരിക്കണം. കൺസേൺഡ് വകുപ്പിലെത്തി അതിൻ്റെ പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയിരിക്കണം. അല്ലെങ്കിൽ വെറുതെ ഫണ്ട് കൊടുത്തതുപോലെയാകും. അങ്ങനെ ആകാതിരിക്കാൻ, അതായത് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫണ്ട് അത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തൽ വേൾഡ് ബാങ്കിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു ഫണ്ട് കേരളത്തിൽ വന്നത് കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്റർ ബി അശോക് അതിൻ്റെ പേരിൽ ആ കാര്യം പുറത്തുവിടുന്നു. അതായത് മീഡിയകൾക്ക് കൊടുത്തു കാണും. എന്തായാലും അതോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കുന്നു. പിന്നെ അത് കേസിലേക്ക് പോകുന്നു. അങ്ങനെ ആ കേസ് ഇപ്പോഴും പരിസമാപ്തിയിലെത്തിയിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതായത് കാർഷിക വികസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, കേരളത്തിലെ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. 8,75,000 ഹെക്ടർ നെൽകൃഷി ചെയ്തിരുന്നു 1973-74 കാലഘട്ടത്തിൽ കേരളത്തിൽ. കേരളത്തിൽ ഇപ്പോൾ 1,70,70,000 ഹെക്ടറിൽ താഴെ, കർഷകർ പറയുന്ന 1,50,000 ഹെക്ടറേ കൃഷിയുള്ളൂ എന്നാണ്. പക്ഷേ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ 2,00,000 ഹെക്ടർ വരെയൊക്കെ കാണാം. എന്തായാലും 8,75,000 നിന്നാണ് 2,00,000 ഹെക്ടറിലേക്ക് കൂപ്പ് കുത്തിയത് നെൽകൃഷി. എന്നിട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കെമിക്കൽസ് വളരെയധികം ഉപയോഗിച്ച അരിയും ഒക്കെയാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മുടെ നാളികേരം നോക്കൂ, നമ്മുടെ മറ്റ് റബ്ബർ പോലെയുള്ള വിളകൾ നോക്കൂ, ഏത് വിളയെടുത്ത് നോക്കിയാലും നമുക്കറിയാം കൃഷി നഷ്ടം കൊയ്യുന്ന കൃഷിയാണ് കേരളത്തിലേതെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദ കൃഷിയുടെ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടിയ വായ്പ 3%, 4% പലിശയായിരിക്കും. ആ വായ്പ പോലും വകമാറ്റി. എന്തിനായിരിക്കും വകമാറ്റിയത്? ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി, കേരളം ഭരിച്ച് നന്നാക്കാൻ വേറെ ആരുണ്ട് LDF അല്ലാതെ എന്നുള്ള റീൽസൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയാകാം ഈ ഫണ്ടെല്ലാം ഉപയോഗിച്ചത്. 300 കോടിയിലധികം റീൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അത്രേ ചെലവഴിച്ചുള്ളൂ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയുള്ള കേരളം അവിടെ നിൽക്കട്ടെ. നോക്കൂ, നമുക്ക് നെല്ലിൻ്റെ താങ്ങുവില ഈ പ്രാവശ്യവും കർഷകർക്ക് അത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? കാരണം ഇവിടെ ഓഡിറ്റഡ് റിപ്പോർട്ട്, നെല്ലിൻ്റെ വില കൊടുത്ത ഈ സപ്പോർട്ട് പ്രൈസ് കൊടുത്തതിനെ പറ്റിയുള്ള ഓഡിറ്റഡ് റിപ്പോർട്ട് CAG ഓഡിറ്റ് ചെയ്ത് കേന്ദ്രത്തിലെത്തണം. അപ്പോഴാണ് ആ നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം തരിക. പക്ഷേ കേന്ദ്രം തരുന്നില്ല.
2018 മുതൽ താങ്ങുവില കേന്ദ്രം തരുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ്. അത് നിർമ്മല സീതാരാമൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് കേരളം ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഫണ്ട് തരാത്തത് എന്ന്. അതൊക്കെ നമ്മൾ കേട്ടതാണ്, പത്രങ്ങൾ വഴിയായിട്ടും അല്ലാതെ നിർമ്മല സീതാരാമൻ്റെ പ്രസംഗം വഴിയായിട്ടും ഒക്കെ. അപ്പം അങ്ങനെ ഏത് CAG റിപ്പോർട്ട്, കേരളത്തിന് വേണ്ടിയുള്ള CAG റിപ്പോർട്ട്, കേരള വിങ്ങിൻ്റെ റിപ്പോർട്ട്സൊക്കെ എടുത്തു നോക്കുക. എല്ലാ മേഖലകളെ പറ്റിയും ഇതുപോലെയുള്ള കംപ്ലയിൻസ് ഉണ്ട്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് വേണം CAGക്ക് ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നടത്താത്തത് കാരണം CAG ഓഡിറ്റിങ്ങിന് വരാൻ പോകുന്നു എന്ന് ഇൻറ്റിമേഷൻ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവിടെ ഓടിച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു ഓഡിറ്റിംഗ് ഒക്കെ നടത്തുക. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇനി അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ പണം ചെലവഴിക്കൽ വളരെ കൃത്യതയോടെയാണ് എന്ന്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് CAG റിപ്പോർട്ട്, സെൻട്രൽ ഗവൺമെൻറ്റിനെ പറ്റിയുള്ള CAG റിപ്പോർട്ട്, പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്, ആ റിപ്പോർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമാണ് പ്രവർത്തനത്തിലെന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതാ, ഈ 54,282 കോടി രൂപ യാതൊരു റെക്കോർഡ്സും യാതൊരു ഓഡിറ്റിങ്ങും ഇല്ലാതെ ചെലവഴിച്ചിരിക്കുന്നു. ഓഡിറ്റേഴ്സ് കണ്ടെത്തിയതാണ്. 54,282 കോടിയുടെ പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചെലവഴിച്ചതാകാം, പക്ഷേ അതിൻ്റെ ഒന്നും കൃത്യമായ കണക്കില്ല. അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്? 2024-25 സാമ്പത്തിക വർഷത്തെ സർക്കാരിൻ്റെ കണക്കുകൾ സംബന്ധിച്ച് പാർലമെൻറ്റിൽ വെച്ച റിപ്പോർട്ട്, അതായത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, പാർലമെൻറ്റിൽ വെച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് CAGയുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇത് നമുക്ക് വളരെ നന്നായിട്ട് വിശ്വസിക്കാവുന്ന റിപ്പോർട്ടാണ്. പാർലമെൻറ്റിൽ CAG വച്ച റിപ്പോർട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2024-25 വർഷത്തെ ചെലവഴിക്കലിനെ പറ്റി CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്ത് പാർലമെൻറ്റിൽ വച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് ഈ കണക്കൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? മാർച്ച് 31 വരെ, 2025 മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 54,282.32 കോടി രൂപയുടെ 33,973 വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ, അതായത് 54,282 കോടി രൂപയുടെ വിനിയോഗം സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ എത്രയാണ്? 33,973 വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ ആണ് സർക്കാർ ഹാജരാക്കാനുള്ളത്. അതായത് ഈ 54,282 കോടി രൂപ ചെലവഴിച്ചത് ഏതൊക്കെ വകുപ്പുകളിലാണ്? അതായത് 33,973 കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതാണ്. ഈ 33,973 കാര്യങ്ങളുടെയും ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് CAGക്ക് സമർപ്പിച്ചിട്ടില്ല. അതിൽ 38,287.52 കോടി രൂപ കഴിഞ്ഞ 3 വർഷത്തിൽ ചെലവഴിച്ചതാണ്. ആ വകയിൽ 13,926 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുണ്ട്. അതായത് കഴിഞ്ഞ 3 വർഷത്തേതായിട്ട് 13,926 സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ 1985-86 ചില ഇതും പിന്നെ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നു CAGയുടെ കണക്ക്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന ഗവൺമെൻറ്, കേരള സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല വകമാറ്റി ചെലവഴിക്കലും ദുർവിനിയോഗം ചെയ്യലും ഒക്കെ നടത്തുന്ന, റീൽസ് ചിലവാക്കലും ഒക്കെ, ഫ്രീ ബീസ് കൊടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏതൊക്കെ ഫണ്ടാണ് വരുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരവ് ഏതൊക്കെ തരത്തിലാണ്? നമ്മുടെ GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് നമ്മുടെ കൺസ്യൂമർ ഉപഭോക്തൃ നികുതി, ആ ഉപഭോക്തൃ നികുതിയുടെ 50% കേന്ദ്ര സർക്കാരിനാണ് കിട്ടുന്നത്. പിന്നെ ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സസ് മുഴുവനും പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, എക്സൈസ്, സെൻട്രൽ എക്സൈസ് കേട്ടോ, സെൻട്രൽ എക്സൈസും കസ്റ്റംസും. ഈ പറയപ്പെട്ടതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് നികുതികളാണ് ഒരു രാജ്യത്തെ. ഇൻഡിവിജ്വൽ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്,
അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഇത് 4 വളരെ പ്രധാനപ്പെട്ട ബൃഹത്തായ നികുതി വരുമാന മാർഗങ്ങളാണ്. വേറെ ചില ചെറിയ ഫ്രിഞ്ചുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. ഈ 4 തരത്തിലുള്ള നികുതിയും നേരെ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൂടാതെയാണ് GSTയുടെ 50%, ഉപഭോക്തൃ നികുതികളുടെ 50%. അപ്പോൾ ഇങ്ങനെ ഞാൻ സൂചിപ്പിച്ച ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 മാർഗത്തിലുള്ള നികുതി വരുമാനം, ആ നികുതി വരുമാനം പൂൾ ചെയ്യുന്നു. അതിൻ്റെ കൂടെ സെസ് ഉണ്ട് കേട്ടോ, സെസ്, സർചാർജ്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ പിരിക്കാവുന്ന നികുതികളാണ്. സെസ് ആൻഡ് സർചാർജ് ആർ ടാക്സ് ഓൺ ടാക്സ്. അതായത് ഒരു നിലവിലിരിക്കുന്ന ടാക്സിന് മേലെ, ഇപ്പോൾ ഉദാഹരണം ഇന്ധനം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സെസ് ചുമത്താം, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിനും സെസ് ചുമത്താം, അതിനും മുകളിൽ സർചാർജ് ചുമത്താം. അപ്പോൾ അതിനൊക്കെ പർപ്പസ് വേണം. ആ പർപ്പസ് കാണിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിക്കൊണ്ട് ആണ് സെസ്സും സർചാർജും ഒക്കെ ചുമത്തുന്നതും ഇടാതെ. അപ്പോൾ ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ, അതായത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 വലിയ നികുതി മാർഗങ്ങൾ, അതിനോടൊപ്പം സെസ് വഴിയായിട്ട് കളക്ട് ചെയ്യുന്നത്, സർചാർജ് വഴിയായിട്ട് കളക്ട് ചെയ്യുന്ന ഈ 7 മാർഗങ്ങൾ, 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ ഈ പറയപ്പെട്ട GST, അതായത് ഉപഭോക്തൃ ടാക്സിൻ്റെ GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് കമ്മോഡിറ്റി, സേവന നികുതി. അപ്പോൾ ഇങ്ങനെ ഈ 8 തരത്തിലുള്ള വരുമാന മാർഗമാണ് കേന്ദ്രത്തിനുള്ളത്. ഈ 8 തരത്തിലുള്ള വരുമാന മാർഗവും കൂടി അതിൽ എല്ലാം പൂളി ചെയ്യില്ല. GSTയുടെ വരുമാനം മാറ്റും, ബാക്കി നികുതികൾ അതും സെസ്സും സർചാർജും മാറ്റും. അതായത് 8 വരുമാന മാർഗം ഉണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ, അതായത് ഈ 50% എന്ന് പറയുന്നത് 50% സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിന് ശേഷമുള്ളതാണ് GSTയുടെ 50% കേന്ദ്രത്തിന്. അപ്പോൾ അത് പൂളി ചെയ്യില്ല. പിന്നെ സെസ്സും സർചാർജും കേന്ദ്ര ഗവൺമെൻറ് ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം, പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നതാണ് സെസ്സും സർചാർജും. അതും മാറ്റിവെക്കും, അതും ഈ പൂളിൽ കൊണ്ടുവരില്ല. പൂളിലേക്ക് കൊണ്ടുവരുന്ന ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സസ് മാത്രം. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട നികുതികളാണ് ഈ പിന്നെ സെൻട്രൽ പൂൾ എന്നും പറഞ്ഞ് ആ പൂളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ്റെ കൊടുക്കുന്നത്, സംസ്ഥാനങ്ങൾക്കുള്ള ഡെവല്യൂഷൻ, ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ടുള്ള കൊടുക്കൽ. ഇതിൻ്റെ 42% കൊടുക്കുന്നുള്ളൂ. അപ്പോഴും ഓർക്കണം, ബാക്കിയുള്ള 58% കേന്ദ്രത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ആ 58% കൂടെയാണ് സെസ്സും സർചാർജും GST 50% ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടുക്കൽ നിന്ന് നാനാവിധമായിട്ട് കളക്ട് ചെയ്യുന്ന നികുതി അല്ലാതെ മന്ത്രിമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പൈസയും ഇല്ല ഈ സെൻട്രൽ പൂളിലോ സെസ്സിലോ സർചാർജിലോ ഒന്നിലും. അങ്ങനെ അതായത് ഒരു രാജ്യത്തെ ജനങ്ങളിൽ നിന്ന്, അപ്പോൾ ജനങ്ങളിൽ നിന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അയ്യോ വലിയ ധനികരാണല്ലോ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത്. വെറുതെ, അവരെക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് നിങ്ങളും ഞങ്ങളുമാണ്. കാരണം സാധാരണക്കാരൻ്റെ കയ്യിലെത്തുന്ന ഓരോ രൂപയും അവൻ സാധന സേവനങ്ങളും മരുന്നും ഒക്കെ മേടിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു. ഓരോ ഉറുപ്പിയേക്കും അപ്പോൾ നികുതി കൊടുക്കേണ്ടി വരുന്നു. മറിച്ച് ഇപ്പം അദാനിയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കൂ. അദാനിക്ക് കിട്ടുന്ന ബഹുകോടികൾ വരുമാനം, അതിൻ്റെ 0.0001% പോലും അനുദിന ചെലവുകൾക്ക് വേണ്ടി അയാൾ ചെലവഴിക്കുന്നില്ല. അപ്പോൾ അയാളുടെ നിത്യോപയോഗത്തിന് വേണ്ടി സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്ന ആ ചെറിയ ഭാഗത്തിന് മാത്രമേ അയാൾ നികുതി കൊടുക്കുന്നുള്ളൂ. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്നുണ്ട്, അതും വെട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. വളഞ്ഞ വഴിയിലൂടെ മൗറീഷ്യസ് വഴിയൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് നടത്തുന്ന കൊള്ളകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന നികുതി ഓരോ വകുപ്പിന്, ഇപ്പോൾ സെസ് ചിലപ്പോൾ അത് ഹൈവേക്ക്, നാഷണൽ ഹൈവേക്ക് വേണ്ടിയാകാം സെസ് പിരിക്കുന്നത്.
ആ സെസ് വകമാറ്റാതെ നേരെ നാഷണൽ ഹൈവേക്ക് ചെലവഴിച്ചാലേ നാഷണൽ ഹൈവേ നന്നാകൂ. അങ്ങനെ ചെയ്യുന്നതിന് പകരം അത് വകമാറ്റുന്നു. അതുപോലെ പല ഫണ്ടും വകമാറ്റി ചെലവഴിക്കുന്നു. അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്നത് കൊണ്ടാണ് CAG ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വന്നത്. വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിനാണെങ്കിലും ഏത് പർപ്പസിന് വേണ്ടി ഫണ്ട് വാങ്ങിച്ചുവോ ആ പർപ്പസിന് വേണ്ടി വക കൊള്ളിച്ച പർപ്പസിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിച്ചാലാണ് ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുക. അങ്ങനെ ഓഡിറ്റിംഗ് നടത്താത്തിടത്തോളം കാലം ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു അഥവാ വകമാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ LDF ഗവൺമെൻറ്റും അതുപോലെ BJP ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കാരണം ഇവിടെയും വകമാറ്റലാണ് CAG കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ പ്രമാദം. അതുപോലെ തന്നെ വകമാറ്റൽ ആയിരിക്കണം കേന്ദ്ര, അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കപ്പെട്ട കാര്യത്തിനല്ല, മറ്റെന്തോ ഇഷ്ടപ്പെട്ട കാര്യത്തിനാണ് എന്നർത്ഥം. അപ്പം അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ വിനിയോഗ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ പറ്റില്ല. അത് കൊടുത്തില്ല. അതാണ് CAG കുറ്റപ്പെടുന്നത്. അപ്പം നമ്മൾ ആരെയാണ് നമിക്കേണ്ടത്? ഇവിടെ CAG-യാണ് നമിക്കേണ്ടത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് പ്രകാരമുള്ള CAG-യെ. ആ CAG-യാണ് കേന്ദ്രം കാണിക്കുന്ന തിരിവുകേടും അതുപോലെ സംസ്ഥാനം കാണിക്കുന്നതും കണ്ടുപിടിച്ച് ജനസമക്ഷം കൊണ്ടുവരുന്നത്. ജനങ്ങളാണ് റിയാക്ട് ചെയ്യേണ്ടത്. നികുതി പണം ഉപയോഗിച്ച് തോന്നിയതുപോലെ ചെലവഴിക്കലല്ല, തോന്നിയ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കലല്ല, ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ് അനിവാര്യമെന്ന് എടുത്തു കാണിക്കേണ്ടത് ജനങ്ങളാണ്. അതിന് ഈ ഓഡിറ്റർ ജനറൽ അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ചൂണ്ടുപലകയായിട്ട് നിൽക്കുകയാണ്. സംസ്ഥാനം തെറ്റ് ചെയ്താൽ അത് കണ്ടുപിടിച്ച് നമ്മളെ അറിയിക്കുന്നു, ജനങ്ങളെ അറിയിക്കുന്നു, ഡെമോക്രസി അറിയിക്കുന്നു, ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും പാർലമെൻറ്റിനെ. ഗവൺമെൻറ്റിനെ അല്ല അറിയിക്കുന്നത്, പാർലമെൻറ്റിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് വെച്ചാൽ പാർലമെൻറ്റിനെ അറിയിക്കുന്നു. പാർലമെൻറ്റാണ് ജനപ്രതിനിധികൾ ഇരിക്കുന്ന സ്ഥലം, അവിടെ അറിയിക്കുന്നു. അവരാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ട സമയത്ത് ഭരിക്കുന്ന ഗവൺമെൻറ് സാധാരണ മജോറിറ്റി ഉള്ള ഗവൺമെൻറ് ആയിരിക്കും ഭരിക്കുന്നത്, പാർലമെൻറ്റിൽ മജോറിറ്റി ഉള്ളവർ. ആ ഗവൺമെൻറ് ഇത് കേട്ടാലും കണ്ണടയ്ക്കും. അതുപോലെയല്ലേ കേരളത്തിൽ വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് എത്ര MLA-മാർ ഇവിടെ അസംബ്ലി പറഞ്ഞു. ആര് ഗവനിക്കാനാണ്? അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമുക്കൊരു ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടുപലക വെച്ച് നമുക്ക് ഗവൺമെൻറ്റുകളെ അളക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലെ. എന്നിട്ട് ഈ സംസ്ഥാനം ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇവിടുത്തെ പ്രൊക്യൂർമെൻറ്റ്, നെല്ലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് തരാത്തതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ നിർമ്മല സീതാരാമൻ തന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് മുൻപ് അവരിവിടെ വന്ന സമയത്ത് പറഞ്ഞതാണ്, അത് ഇവിടുന്ന് ഓഡിറ്റഡ് റിപ്പോർട്ട് അങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടും കാണുന്നത്. ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ഇങ്ങനെ എടുത്തു കാണിക്കുകയാണ്. ഈ അപരാധം, ഇത് വലിയ തെറ്റാണ് എന്നതുള്ള എടുത്തു കാണിക്കുകയാണ്. അത് പാർലമെൻറ്റിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാതെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലും അവകാശമില്ല സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ, ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളെ വലിയ പരിധി വരെ ഡിഫൻസിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര ഫണ്ട്, ആ സെൻട്രൽ പൂൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ സെൻട്രൽ പൂളിൽ നിന്നുള്ള വിഹിതമാണ് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനായിട്ട് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടത്. അതും കൊടുക്കുന്നില്ല. അല്ലാതെ നീതി ആയോഗ് വഴി കൊടുക്കേണ്ട ഫണ്ടുണ്ട്. ഈ പറയപ്പെട്ട ഒരു ഫണ്ടും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ്, ആ മുടന്ത ന്യായങ്ങളൊക്കെ ശരിയാണെന്ന് തന്നെ നമ്മൾ അംഗീകരിച്ചേനെ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും അതേ തെറ്റുകൾ ആവർത്തിച്ചാൽ ആരോടാണ് പിന്നെ നമുക്ക് സങ്കടം പറയാനുള്ള? അതുകൊണ്ട് അപ്പം നമുക്ക് നീതിന്യായ കോടതിയാണ് ഉള്ളത്. നീതിന്യായ കോടതിയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ആക്ഷൻ എടുക്കേണ്ടത്. ഏതായാലും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ഈ ഓഡിറ്റഡ് റിപ്പോർട്ട്
അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഫണ്ട് ജനങ്ങളിൽ പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനം, സർചാർജ്, സെസ് എന്നിങ്ങനെയൊക്കെ പല തരത്തിൽ പിരിച്ചെടുക്കുന്ന ഫണ്ട് ദുർവ്യയം ചെയ്യുന്നു എന്നുള്ളത് വലിയ മാനക്കേടാണ്. ഡെമോക്രസിയുടെ എന്താ പറയുക, അവലക്ഷണമാണ് ഈ കേൾക്കുന്നതും കാണുന്നതും എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് വിനിയോഗ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളാണെങ്കിലും പണം ദുർവ്യയം ചെയ്യുന്നത് ഡെമോക്രസിയുടെ കൊലക്കയറായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.